പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവൃത്തി പഠന വിഭാഗം പ്രദർശന വിപണന മേളയാണ് ഈ കലോത്സവ നഗരിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്ന കാണാം. കുട്ടികൾ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ അത് വിൽപ്പന നടത്താനുള്ള ഒരു സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഒരു കുട്ടിയാണ് ഇവിടെ ഇത്തരത്തിൽ മൺപോട്ടിൽ പെയിന്റ് ചെയ്ത് ആർട്ട് ചെയ്യുന്നത്. എന്താണ് മോളുടെ പേരെന്താണ്? അഞ്ജന. എവിടുന്നാണ് വരുന്നത്? കൊടുങ്ങല്ലൂര്. എന്താണ് ഈ ഇതിനൊക്കെ എത്രയാണ് റേറ്റ് ഒക്കെ? 200, 250 ആ റേഞ്ചിലാണ് കൊടുക്കണം. അതായത് നിങ്ങളുടെ സ്വന്തം കലാപരമായ സൃഷ്ടികൾ ഒരു സെല്ല് ചെയ്യാനുള്ള ഒരു അവസരം അല്ലേ? ആ, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് എന്റെ പാഷൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഒരാള് ചിരട്ട കൊണ്ട് കുറെ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് തെങ്ങുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലവർ കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മീനിന്റെ ചിത്രമൊക്കെ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ നേരത്തെ അധ്വാനമാണല്ലേ ഇത്? ഇവിടെ വന്നിട്ട് കാലത്തൊട്ട് ഇരുന്ന് ചെയ്യണം. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, പോണുണ്ട്. കുറെ. എവിടെയാണ് വീട്? എവിടെയാണ്? കൊടുങ്ങല്ലൂര്. മറ്റ് കാര്യങ്ങൾ കൂടി കണ്ടുവരാം. എല്ലാ ജില്ലകളുടെയും നേതൃത്വത്തിൽ ഓരോ സ്റ്റാളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ വിവിധങ്ങളായിട്ടുള്ള സാധന സാമഗ്രികളാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് തൃശൂർ ജില്ലയുടെ സ്റ്റാളാണ്. കാണുന്ന പോലെ തന്നെ തുണികൾ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൃശൂരിന്റെ ഐഡന്റിറ്റി ആയിട്ടുള്ള നെറ്റിപ്പട്ടവും എല്ലാം ഇവിടെ റെഡിയാണ്. ടീച്ചറെ, എങ്ങനെ പോകുന്നു ഈ വിപണനമേള? എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത് പ്രവൃത്തി പഠനത്തിന്റെ ഭാഗമായി കുട്ടികൾ തന്നെ ചെയ്തു വെച്ച സംഭവങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ടല്ലേ? എങ്ങനെയുണ്ട് സെയിലൊക്കെ? നല്ല രീതിയിൽ സെയിലൊക്കെ നടക്കുന്നുണ്ട്. ഓരോ സാധനങ്ങൾ കാലിയായിട്ടുണ്ടെന്നാണ് സാറ് പറയുന്നത്. ഇതിന്റെ മെയിൻ കോർഡിനേറ്റർ ആയിട്ടുള്ള സാറ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറേ, എന്താണ് ഈ സ്റ്റാളിനെ കുറിച്ച് പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ കൊല്ലം ജില്ലയുടെ ഒരു സ്റ്റാളാണിത്. ഇവിടെ സഹായിക്കാൻ, ഈ കുട്ടികൾക്ക് സഹായം കൊടുക്കാൻ ഒരു ചേട്ടനുണ്ട്. മാത്രമല്ല LED ബൾബുകൾ ലൈവായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുന്ന് എത്ര LED ബൾബിനൊക്കെ എത്രയാണ് റേറ്റ്? ഒക്കെ എത്രയാണ് ഇവിടെ? 50 രൂപ കൊടുക്കുന്നത്. 50 രൂപയ്ക്കാണോ കൊടുക്കുന്നത്? എങ്ങനെയുണ്ട് സെയിലൊക്കെ? എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോകുന്നുണ്ട്. പ്രയാഗ്. അർജുൻ. സഞ്ജയ്. നിലവിലിപ്പോ എത്ര LED ബൾബ് ഒക്കെ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടാവും? 200 കൊടുത്തു കാണും. 200ഓളം LED ബൾബ് ഇതിനകം കൊടുത്തില്ലേ? ഒക്കെ ആയിട്ട് വല്ല ടൈപ്പ് സംസാരിക്കാൻ മേലായിരുന്നോ? എന്തിനാ? ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ. ഇതെല്ലാം സ്റ്റാളാണ്, ബൾബുകളാണ് കൊടുക്കുന്നത്. കേവലം 50 രൂപയ്ക്കാണ് ഇവര് ഇത്ര വാട്ട്സ് ഉള്ള ഈ LED ബൾബ് വിതരണം ചെയ്യുന്നത്. തന്നെ കുട്ടികൾ തന്നെ ഹാൻഡ്മെയ്ഡായി നിർമ്മിച്ച വസ്തുക്കളാണിത്. കാസർഗോഡിന്റെ സ്വന്തം പ്രോഡക്റ്റുകളാണിത്. ഇത് ഹാൻഡ്മെയ്ഡായിട്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഇതെല്ലാം. ഈ പൂക്കളടക്കം, ഈ വസ്ത്രങ്ങളടക്കം, ബാഗുകളടക്കം ഈ കുട്ടികളുടെ ഒരു സർഗസൃഷ്ടിയാണ്. ഇതെല്ലാം ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു അവസരം ഒരുക്കിയിരിക്കുന്നു. അതിന് മികച്ച രീതിയിൽ ജനപിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വസ്ത്രങ്ങൾക്കൊക്കെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത്? ഇപ്പോൾ വരുന്നുണ്ട്. കോഡ് സെറ്റ്, അപ്പോഴത്തെ ട്രെൻഡ് ഡ്രസ്സാണ് നമ്മുടെ മെറ്റീരിയൽ. കാസർഗോഡ് എന്ന് പറയുന്നത് ഫാഷന്റെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പാന്റ് ഉണ്ട്, അങ്ങനെ ജൂട്ട് ഫയല്, പാള കൊണ്ടുള്ള പൂക്കളാണത്. അങ്ങനെ കുട്ടികൾ പാള കൊണ്ടുള്ള ഒരു പൂക്കളാണ് അത്. ജെയ്സൺ അത് പകർത്തുന്നുണ്ട്. വളരെ രസകരമായിട്ടുണ്ട്. അതായത് പൊക്കകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കല്യാണത്തിനൊക്കെ ആവുമ്പോൾ നല്ല റേറ്റിൽ ഇത് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു വരുമാനമാണ്. അതായത് അല്ലെങ്കിൽ വെറുതെ കൊതുക് പിടിച്ച്, അതായത് പാളയിൽ വെള്ളം കിടന്ന് കൊതുക് പിടിച്ച് കിടക്കുന്ന ആ പാടത്തുനിന്ന് അവരെടുത്തു കൊണ്ടുവരും. എന്നിട്ട് അവർ തന്നെ പൂക്കൾ ഉണ്ടാക്കും. ഇതിനെ കൊണ്ട് പല ഉൽപ്പന്നം, ചെരുപ്പ് വരെ ഉണ്ടാക്കുന്നുണ്ട്. അവരങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും അടയ്ക്ക കൃഷിയാണല്ലോ. അപ്പൊ പാള കൊണ്ട് 100 വിഭവം വേണേൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ടാക്കും കുട്ടികൾ. അപ്പൊ കുട്ടികൾ വന്നിട്ടില്ല, ഇത്ര ദൂരെ ആയത് കാരണം. അപ്പൊ അവരെ പ്രതിനിധിയായിട്ട് വർക്കിന്റെ ടീച്ചറാണ്. അപ്പൊ സ്കൂളിലാണ് GHSS പെരിയ സ്കൂളിലാണ്. ഓക്കെ, ശരി. അടുത്ത സ്റ്റാളുകളിലേക്ക് നമുക്ക് നീങ്ങാം. ഇവിടെ ഈ കൊടകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജൈവ വിഷറി എന്നാണ് ഇതിന്റെ പേര്. എന്താണ് ഇതിന്റെ പ്രത്യേകത സാറേ? ഒരാൾ വീശുമ്പോൾ 3 പേർക്ക് കാറ്റ് കിട്ടും. വീശുമ്പോ 3 പേർക്ക് കാറ്റ് കിട്ടും. ഒരു ഐഡിയ ഒക്കെ ആരാണ്? പേറ്റന്റ് ഉണ്ടോ? സ്കൂൾ പ്രൊഡക്ഷൻ സെന്ററാ. സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ. സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ ആണ് ഇതിന്റെ ഈ അവകാശികൾ. എന്തായാലും കലക്കൻ ആശയമാണ്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കാറ്റ് കിട്ടും. വിദ്യാർത്ഥികളുടെ മനസ്സുപോലെ ആണ് ഈ തേൻനെല്ലിക്ക, വയനാടൻ സ്പെഷ്യൽ
തേൻ നെല്ലിക്കയുണ്ട്. ചെറിയ പൈസ മാത്രം, ചെറിയ പണം മാത്രമാണ് നൽകേണ്ടതുള്ള തേൻ നെല്ലിക്കയ്ക്ക് 10 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ വയനാടിന്റെ തനത് വിഭവങ്ങൾ അവകാശപ്പെടുന്ന ഒരുപാട് വിഭവങ്ങൾ കൂടി ഉണ്ടല്ലേ. വയനാടിന്റെ എന്താണ് ടീച്ചറെ തനത് വിഭവങ്ങൾ ഇവിടെ പ്രദർശനത്തിൽ? മെയിൻ കാപ്പിയുണ്ട്, തേനുണ്ട്, തേൻ നെല്ലിക്ക സ്പെഷ്യലാണ്, പിന്നെ മറ്റേ ഐറ്റം എല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ വയനാടിന്റെ ഒരു മണം ഈ സ്റ്റാളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ടച്ച് ഉണ്ട്. എന്തായാലും വളരെ രസകരമായിട്ടാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ എന്തൊക്കെയാണ് ടീച്ചർ ഇവിടെ നിർത്തി വെച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് ഇത്? ഇവിടെ യുക്കാലി തൈലമുണ്ട്, പുൽത്തൈലമുണ്ട്, അതുപോലെ തന്നെ കാട്ടു തൈലമുണ്ട്, തേനുണ്ട്, പിന്നെ കുട്ടികളുണ്ടാക്കിയ ചിരട്ട കൊണ്ടുള്ള കൈലുകളുണ്ട്, പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി, പുട്ട് മേക്കറിൽ വെക്കുന്ന പുട്ടും കുറ്റി ഉണ്ടായിരുന്നു, അത് തീർന്നു. പിന്നെ ഇതൊരു അച്ചാറുകൾ ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന്? ഇത് കൊടംപുളിയാണ്. മാർക്കറ്റിൽ കിട്ടുമ്പോൾ വളരെ വിഷലിപ്തമായിട്ട് കിട്ടുന്ന ഒരു സാധനം. വില കൂടിയതാണ് മാർക്കറ്റിൽ കിട്ടുമ്പോൾ. ഇവിടെ വരുമ്പോൾ കുറച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. തനത് വിഭവങ്ങളായതുകൊണ്ട് ഞങ്ങൾ കുറച്ചായിട്ട് സെയിൽ ചെയ്യുന്നു. അടുത്ത സ്റ്റാളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ കയറുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് എറണാകുളത്തെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന അധ്യാപകരൊക്കെയാണ് ഉള്ളത്. എങ്ങനെയുണ്ട് ഈ മാറ്റിനൊക്കെ? നല്ല ചെലവുണ്ടോ? ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ കുട്ടികളുണ്ടാക്കിയതാണ്, അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് സെയിലാക്കിയില്ല. പക്ഷെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ചവിട്ടി ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ വുഡ് വർക്ക്, വുഡ് കാർവിങ്, കുട്ടികൾ കൈകൊണ്ട് കൊത്തുപണി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള കാർവിങ്ങുകളാണ്. അതൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെറ്റൽ എൻഗ്രേവിംഗ് ഉണ്ട്. സ്റ്റാൻഡ് ഇതിനൊക്കെ നല്ല നല്ല വില വരുന്നുണ്ട്, 800 രൂപ വില വരുന്നതാണ്. കുട്ടികളുണ്ടാക്കിയതാ. ക്വാളിറ്റി ഉണ്ട്. തേക്കിന്റെ തടി തന്നെ ചെയ്തേക്കണ. അതെ അതെ, ഒറ്റ പീസ് ചെയ്തേക്കണേണ്. ശാസ്ത്രോത്സവ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ പ്രദർശനമല്ല, അവരുടെ ഒരു കലാസൃഷ്ടിയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആലപ്പുഴയ്ക്കും അവകാശപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പേപ്പർ ബാഗുകൾ, തുണി ബാഗുകൾ, വളരെ രസകരമായി പല പ്രിന്റിലുള്ളവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അധ്യാപകരെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർണമെന്റ്സ് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. അലങ്കാര വസ്തുക്കൾ, അതുപോലെ ആഭരണങ്ങളൊക്കെയാണ് പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത്. ഈ കുട്ടികളുടെ തലയിൽ ഇടുന്ന ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മലപ്പുറത്തിന്റെ സ്റ്റാളിലേക്ക് പോകാം. മലപ്പുറത്തിന്റെ സ്റ്റാളിൽ ഭക്ഷണ സാധനങ്ങളാണ്. അതുപോലെ തന്നെ അനുദിന ജീവിതത്തിൽ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന ലോഷനുകൾ, ഹാൻഡ് വാഷുകൾ തുടങ്ങിയവയാണ് ഈ വിപണന മേളയിൽ മലപ്പുറം തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികളുടെ കലാവാസനയിൽ വിരിഞ്ഞ ക്ലിപ്പുകൾ, അതുപോലെ തന്നെ തുണി കൊണ്ടുള്ള വിവിധ ഐറ്റങ്ങളാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ കോട്ടയത്തിന്റെ ബോട്ടിൽ ആർക്ക് വർക്കാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചിത്ര പ്രദർശനങ്ങൾ, ഫാബ്രിക് പെയിന്റിംഗ് ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടോ മാഷേ? തീർച്ചയായിട്ടും ഉണ്ട്. സംസ്ഥാന തലത്ത് ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിച്ച കുട്ടി കോട്ടയം ജില്ലയിൽ നിന്ന് ചെയ്തു തന്നുവിട്ടിരിക്കുന്ന പ്രോഡക്റ്റാണിത്. ഫസ്റ്റ് കിട്ടിയ ഒരു ചിത്രമാണ്. ഈ ഫാബ്രിക് പെയിന്റിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ഒരു കുട്ടിയുടെ ചിത്രമാണിത്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, ഇത് എത്രയോ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ്. എത്രയോ മനോഹരമായിട്ടാണ് ഇവർ ചുരുങ്ങിയ സമയം, ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണല്ലോ, 3 മണിക്കൂർ കൊണ്ടാണ് ഇവർ ഈ സാധനങ്ങളെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ റോഷിനി വിജയൻ സംസ്ഥാന തലത്തിൽ ഉള്ളൊരു വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ഒരു കുട്ടി ചെയ്തിരിക്കുന്നൊരു സാധനമാണ്. മരത്തിൽ തീർത്ത ഒരു സൃഷ്ടിയാണിത്. എന്തായാലും വളരെ രസകരമായി തന്നെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് അധ്യാപകരാണ്. സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ, ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൊഡക്ഷൻ സെന്ററിലെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രതികരണം? എങ്ങനെയുണ്ട് ഈരാറ്റുപേട്ടയിലെ പ്രോഡക്റ്റിന്? ഇതിന് 3ാമത്തെ തവണയാണ്. നല്ല പ്രതികരണമായിരുന്നു. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഡേ തന്നെ തീർന്നു, പിന്നെ പോയി എടുത്തിട്ട് വരുമായിരുന്നു. ഇന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മുടെ കുട്ടികളുണ്ട് ഇവിടെ, മത്സരങ്ങൾക്കായി പോയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കാത്തത്. അല്ലെങ്കിൽ കുട്ടികൾ നേരിട്ട് തന്നെയാണ് കച്ചവടമൊക്കെ നടത്തുന്നത് അല്ലെ? എന്തായാലും ഇത് ഇവിടെ ബോട്ടിൽ ആർട്ട് വിവിധ രൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് ടീച്ചർ? ഇതേപോലെ ക്ലാസ് ആയിരുന്നു. ഇതിൽ ടീച്ചേഴ്സ് പ്രവർത്തനം, കുട്ടികൾക്ക് ചെയ്ത പ്രവർത്തനം. കുട്ടികൾ ഫാത്തിമ ശിവ പറഞ്ഞ കുട്ടി, ആ കുട്ടി വന്നിരുന്നു, പോലെ വിട്ട് പോയി. അവള് 3 വിറ്റ് പോയി, തന്നെ വരുന്ന പോയി. നല്ല ഡിമാൻഡാണ് അവിടെ. മുന്നിൽ അത്ര കുട്ടികളാക്കുമ്പോൾ പോകുന്ന ശേഷം ഇന്ന് വിറ്റു. നല്ല ക്രിയേറ്റിവിറ്റിയാണ് അവരൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന. പഠിച്ച സ്കൂളിലെ കുട്ടികൾ അവരുടെ പ്രൊഡക്ഷൻ അങ്ങനെ പല സ്കൂളിലുള്ള പ്രൊഡക്ഷൻ സെന്റർ പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്.
ബഡ്സ് ബാഗാണിത്. ഇവരെ പ്രോത്സാഹിപ്പിക്കണം, ഈ ബാഗൊക്കെ മേടിക്കണം. അവരെ ഏറ്റവും ഇവിടെ ലൈവായിട്ട് കുട്ടികൾ ഇരുന്ന് പെയിന്റ് ആർട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത്തരത്തിൽ വളരെ രസകരമായിട്ടാണ്, വളരെ സമയം എടുത്തിട്ടാണ് ഈ ചെയ്തത്. ഇവരോട് എവിടെ നിന്നാണ് വരുന്നത്? എന്താ മോൾ പേരാണ്? മോൾ എത്ര സമയം ആർട്ടൊക്കെ ചെയ്യുന്നത്? സമയം ആർട്ട് വർക്ക് അനുസരിച്ചിരിക്കും ചെയ്യുന്ന സമയം. മാളവ്യ. സമയമായി ഈ വർക്ക് തുടങ്ങിയിട്ട്? ഉച്ചയ്ക്ക് തുടങ്ങിയതാ. തോന്നുന്നില്ലേ ഒരുപാട് അഭിപ്രായമൊക്കെ പറയും? എന്താണ് ഇവർ പ്രധാനമായി ചോദിക്കുന്ന ഒരു കാര്യം? പെയിന്റിംഗ് പ്രഥമത്തോടെ ചോദിക്കുന്ന കാര്യം ഞങ്ങള് ആർട്ട് വർക്ക് വരുന്നത് എത്ര മേടിക്കാൻ വേണോ? പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആണ് തോന്നുന്നു സാറേ. ഇത്തരത്തിലൊരു കാര്യം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? കലോട്ട് ഈ മേളയിൽ പങ്കെടുക്കും. നമ്മളെ കണ്ണാടി തൊട്ടുള്ള വിവിധ ഇവിടെ തയ്യാറായിട്ടായാലും അതിലേക്ക് നമ്മൾ നേരിട്ട് വരികയാണ്. ആറന്മുള കണ്ണാടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിന്റെ ഏറ്റവും കൂടുതൽ വൃത്തി കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ നാട് പറയുന്നത്. അവർ സ്വന്തമായി നിർമ്മിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചെറിയ കണ്ണാടിയുണ്ട്, 2100 രൂപ മുതൽ തുടങ്ങുന്ന ചെറിയ കണ്ണാടിയുണ്ട്, വലിയ കണ്ണാടികളുണ്ട്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാടിന്റെ ഒരു മുഖമുദ്രയായിട്ട് വിദേശികൾക്കടക്കം നമ്മൾ സമ്മാനമായി നൽകുന്നത് ഈ ആറന്മുള കണ്ണാടിയാണ്. മലയാളികളും സമാന രീതിയിൽ ഇവിടെ ഈ കച്ചവടം പുരോഗമിക്കുകയാണ്. ഇവിടെ ഒരു കുട്ടി ലൈവായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നേരമായോ? പേരെന്താണ്? എവിടെയാണ് വീട്? പത്തനംതിട്ടയിലാണ് വീട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെ പോകുന്നു? ഈ കലോത്സവ നഗരിയിൽ അവിടെ കലാപരമായ കുറെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിനുണ്ടാകുന്ന ഒരു ആനന്ദം? എന്താണ്? നല്ലൊരു എന്താ പറയാ, ഈ അവസരം കിട്ടിയതിന് ഒരു സന്തോഷമുണ്ട്. ഈ ആളുകൾ ഈ പൂക്കളെ കുറിച്ച് അഭിപ്രായമൊക്കെ ഒന്ന് പറയാറുണ്ടോ? നല്ലയാന്നൊക്കെ പറയും. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാറില്ലേ? അപ്പൊ ട്രിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അതിൽ കൂടുതൽ പറഞ്ഞു കൊടുക്കുമല്ലേ? കച്ചവടം എങ്ങനെ പോകുന്നു? നല്ല പോകുന്നു. അഭിപ്രായങ്ങളൊക്കെ നല്ല ലഭിക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾ തികഞ്ഞ സന്തോഷത്തിലാണ്, അധ്യാപകരും അതുപോലെ തന്നെ സന്തോഷത്തിലാണ്. ഇവിടെ തിരുവനന്തപുരത്തിന്റെ സ്റ്റാൾ ഇതിനോടകം തന്നെ കാലിയായിട്ടുണ്ട്. അവരുടെ സാധനങ്ങളെല്ലാം വിറ്റഴിച്ച് പോകപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു പിന്തുണയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ പ്രദർശന വിപണന മേളയിലുള്ളത്, ഈ സ്റ്റാളിലുള്ളത്. എന്തായാലും അവസാനമായിട്ട് ഇടുക്കിയിൽ നിന്നുള്ള തനത് വിഭവങ്ങളുണ്ട്. തേയിലയുണ്ട്, ഏലക്കയുണ്ട്, അതുപോലെ തന്നെ തേൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. എന്തായാലും ഇടുക്കിയുടെ സ്റ്റാളിലും തിരക്ക് കുറവല്ല. അവിടെ ഒരാളിപ്പോൾ പണിപ്പുരയിലാണ്. എന്തായാലും അധ്യാപകർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ഈ പ്രതികരണമൊക്കെ? എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? നല്ല പ്രതികരണമാണ്. നമ്മള് ഈ പ്രവൃത്തി പഠനത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളിൽ ഈ രീതിയിൽ പ്രവൃത്തി പരിചയം എടുത്തുന്നതിന്റെ ഭാഗം ഒരുപാട് വിഷയങ്ങൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കുട്ടികൾ ഈ രീതിയിൽ നിർമ്മാണത്തിൽ പഠിക്കുകയും അതും ആ രീതിയിൽ സ്കില്ല് സമോപയുക്ത രീതിയിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടെത്തി ഈ രീതിയിൽ ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് പോവുകയും അങ്ങനെ ഒരു പഠനത്തോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടി ചെറിയ വരുമാനം ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ്. സർക്കാരിന്റെ ഒരു പ്രത്യേക താല്പര്യം അത് വലിയ രീതിയിൽ ഗുണം ചെയ്തല്ലേ വിദ്യാർത്ഥികൾക്ക്? സർക്കാർ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ രീതിയിൽ ഈ പഠനത്തോടൊപ്പം ഇത്തരം പ്രവർത്തനം നടത്തുന്നത്. അതിനുമായിട്ട് എല്ലാ സ്കൂളുകളും ഇപ്പൊ ഈ സ്പെഷ്യൽ ടീച്ചേഴ്സിന്റെ നിയമനം ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ടീച്ചേഴ്സ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും ഇതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കലാസൃഷ്ടികൾക്ക് മാത്രമല്ല സർഗസൃഷ്ടികൾക്കും സർക്കാർ വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ട്. സർക്കാർ മാത്രമല്ല, ഈ സ്റ്റാളും ഇതിനോടകം തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു.